ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ ഇന്റർനാഷണൽ ബ്രേക്കിൽ 2 സൗഹൃദ മത്സരങ്ങളാണ് ബ്രസീൽ കളിക്കുന്നത്. ആദ്യ മത്സരത്തിൽ സൗത്ത് കൊറിയയും രണ്ടാമത്തെ മത്സരത്തിൽ ജപ്പാനുമാണ് ബ്രസീലിന്റെ എതിരാളികൾ. അതായത് വരുന്ന 10-ാം തീയതിയും അതുപോലെ തന്നെ വരുന്ന 14-ാം തീയതിയുമാണ് ബ്രസീൽ ഈ മത്സരങ്ങൾ കളിക്കുക. ഈ മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള സ്ക്വാഡ് നേരത്തെ കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചിരുന്നു. മാത്രമല്ല ബ്രസീലിന്റെ ക്യാമ്പ് ഇപ്പോൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് പരിശീലകനായ ആഞ്ചലോട്ടി കഴിഞ്ഞ ദിവസം സൗത്ത് കൊറിയയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പരിശീലക സംഘവും ഉണ്ട്. ഒരു താരം മാത്രമാണ് ഇന്നലെ ക്യാമ്പിൽ എത്തിയിട്ടുള്ളത്. അത് ഗോൾ കീപ്പറായ ബെൻഡോയാണ്. ചൊവ്വാഴ്ച മുതലാണ് ബ്രസീൽ ട്രെയിനിങ് ആരംഭിക്കുക. ഗൊയാങ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ബ്രസീൽ ട്രെയിനിങ് നടത്തുക. ഇന്ന് കൂടുതൽ താരങ്ങൾ ജോയിൻ ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 9ഓളം താരങ്ങൾ ഇന്ന് ജോയിൻ ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ചെറിയ ജിം വർക്കുകൾ മാത്രമാണ് ഇന്ന് ബ്രസീൽ നടത്തുക. ഇതിനിടെ ബ്രസീലിന്റെ ടീമിൽ പരിശീലകനായ ആഞ്ചലോട്ടി വീണ്ടും മാറ്റം വരുത്തിയിട്ടുണ്ട്. അതായത് ഗോൾ കീപ്പറായ എഡേഴ്സൺ പരിക്ക് കാരണം പുറത്തായിട്ടുണ്ട്. അതിന് പകരം മറ്റൊരു ഗോൾ കീപ്പറായ ജോൺ വിക്ടറെ ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ വാൻഡേഴ്സൺ പരിക്ക് കാരണം പുറത്തായിരുന്നു. പിന്നീട് വിറ്റിഞ്ഞോയെ കാർലോ ആഞ്ചലോട്ടി ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇന്നത്തോടു കൂടി കൂടുതൽ താരങ്ങൾ എത്തും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കളിച്ച മത്സരത്തിൽ ബൊളീവിയയോട് ബ്രസീൽ പരാജയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ മികച്ച ഒരു തിരിച്ചുവരവാണ് ഇപ്പോൾ ബ്രസീൽ ലക്ഷ്യം വെക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.